പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 6ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട പോളിംഗ് സാമഗ്രികൾ എന്തൊക്കെയാണെന്നും അവ വിതരണ കേന്ദ്രത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണെന്നും ചർച്ച ചെയ്യുന്നു. തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിംഗ് സാമഗ്രി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെയാണ്. ത്രിതല തെരഞ്ഞെടുപ്പിൽ ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളും, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതിലെ അഡ്രസ് ടാഗുകൾ പരിശോധിച്ച് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട പോളിംഗ് ബൂത്തിലേക്കുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തണം. കൺട്രോൾ യൂണിറ്റിന്റെ കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷനും ബാറ്ററി കമ്പാർട്ട്മെന്റും സീൽ ചെയ്തിട്ടുണ്ടോ എന്നും അതിൽ കൃത്യമായ അഡ്രസ് ടാഗുകൾ വെച്ചിട്ടുണ്ടോ എന്നും പിങ്ക് പേപ്പർ സീൽ, കൺട്രോൾ യൂണിറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പിങ്ക് പേപ്പർ സീൽ പൊട്ടിക്കപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബാലറ്റ് യൂണിറ്റിലെ സ്ഥാനാർത്ഥികളുടെ ക്രമവും ചിഹ്നവും ഫോം 6 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഉള്ള ക്രമവും ചിഹ്നവും തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ബാലറ്റ് യൂണിറ്റിലെ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടണും 3ാമത്തെ ബാലറ്റ് യൂണിറ്റിലുള്ള ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിലുള്ള N ബട്ടണും അൺമാസ്ക് ചെയ്യുകയും മറ്റു ബട്ടണുകളെല്ലാം തന്നെ മാസ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോളിംഗ് സാമഗ്രി മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ എന്നുള്ളതാണ്. ഈ ഇലക്ടറൽ റോളാണ് നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇലക്ടറൽ റോൾ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലേത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അതിലെല്ലാ പേജുകളും സീരിയലായി തന്നെയാണ് ഉള്ളതെന്നും ഒരു തരത്തിലുള്ള പ്രിന്റിംഗ് തകരാറുകളും അതിനില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയിൽ പോസ്റ്റൽ ബാലറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പട്ടികയുടെ അവസാന ഭാഗത്ത് റിട്ടേണിംഗ് ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഗ്രീൻ പേപ്പർ സീൽ, സ്ട്രിപ്പ് സീൽ, അഡ്രസ് ടാഗ്, സ്പെഷ്യൽ ടാഗ് എന്നിവ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും വ്യത്യസ്ത ക്രമ നമ്പറിലായിരിക്കും നൽകുക. ഇവ നിങ്ങൾക്ക് അനുവദിച്ചത് തന്നെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും ഈ 4 സാമഗ്രികളും 2 എണ്ണം വീതമാണ് സാധാരണയായി നൽകി വരാറുള്ളത്. ടെൻഡേർഡ് ബാലറ്റ് ചെയ്യുന്നതിനുള്ള ടെൻഡേർഡ് ബാലറ്റ് പേപ്പറാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോളിംഗ് സാമഗ്രി. ഈ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഓരോ പോളിംഗ് സ്റ്റേഷനും വ്യത്യസ്ത ക്രമ നമ്പറുകളിലാണ് നൽകിയിട്ടുള്ളത്. സാധാരണയായി 10 ടെൻഡേർഡ് ബാലറ്റും 2 ബാലറ്റ് ലേബലും ഓരോ തലത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ്. ഈ ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിലുള്ള സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഫോം 6 ലിസ്റ്റ് ഓഫ് കോണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിലുള്ള ക്രമവും ചിഹ്നവും തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഈ ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളൊന്നും തന്നെ ഡാമേജ്ഡ് അല്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഫോം 21A രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ എല്ലാ പേജും ക്രമത്തിൽ നമ്പർ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. 1300 വരെയുള്ള ക്രമ നമ്പറാണ് ആ പുസ്തകത്തിൽ ഉണ്ടാകുക. ഇതെല്ലാം തന്നെ ക്രമത്തിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പോളിംഗിന് ഉപയോഗിക്കുന്ന വോട്ടർ സ്ലിപ്പുകളും വോട്ടറുടെ കയ്യിൽ പുരട്ടുവാനുള്ള മഷി, ഇൻഡെലിബിൾ ഇങ്കുമാണ് മറ്റ് 2 പ്രധാന സാമഗ്രികൾ. ആവശ്യമായ എണ്ണത്തിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് അതിനാവശ്യമായ എണ്ണത്തിൽ വോട്ടർ സ്ലിപ്പുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. 2 ഫയൽ ഇൻഡെലിബിൾ ഇങ്കാണ് സാധാരണയായി
നിങ്ങൾക്ക് നൽകുക. ഈ മഷി ഉണങ്ങിയിട്ടില്ല എന്നും അത് ഉപയോഗിക്കാൻ പാകത്തിലാണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട എല്ലാ ഫോറങ്ങളും ഒരു പുസ്തക രൂപത്തിലാക്കിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ ഫോംസ് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വിവിധ കവറുകൾ 5 വലിയ കവറുകളും 5 ചെറിയ കവറുകളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നൽകുന്നത്. പാക്കറ്റ് 1 മുതൽ 5 വരെയുള്ള വലിയ കവറുകളും പാക്കറ്റ് 1 മുതൽ 5 വരെയുള്ള ചെറിയ കവറുകളുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമായും പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗത്തിന് വേണ്ട മറ്റു സാമഗ്രികൾ ഇവയൊക്കെയാണ്: പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീൽ, ആരോ ക്രോസ് മാർക്ക്, ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് സീൽ, സെൽഫ് ഇങ്കിംഗ് സ്റ്റാമ്പ് പാഡ്, ഇൻഡെലിബിൾ ഇങ്ക് ഉപയോഗിക്കാനുള്ള കപ്പ്, വോട്ടിംഗ് കമ്പാർട്ട്മെന്റ്, പോളിംഗ് സ്റ്റേഷന് പുറത്ത് പതിക്കാനുള്ള പോസ്റ്ററുകൾ ഫോം N7-ലും N8-ലുമുള്ളവ ഇവ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഇവയ്ക്ക് പുറമെ 27 സ്റ്റേഷനറി സാമഗ്രികളും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട പോളിംഗ് സാമഗ്രികളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന് വേണ്ടി ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.